ആ വരൂ വരൂ ഇരിക്കും ഇരിക്കും. നമസ്കാരം. നമസ്കാരം. ഇരിക്കും. എവിടുന്നാ വരണേ? ചളവരാളെന്ന് പറഞ്ഞേ. ആ ചളവറ അറിയാം. ചളവറ അറിയുന്നു. അറിയാം. ഇവിടെ ഇതിൻ്റെ മുമ്പ് ഒരു സാറുണ്ടായിരുന്നു, മിസ്റ്റർ രഘുനാഥ്. അവർ റിട്ടയറായി. ഒരു 10-15 ദിവസം മുമ്പ് റിട്ടയറായി പോയി. അതിൻ്റെ സ്ഥലത്ത് ഞാൻ വന്നതായിട്ട് ട്രാൻസ്ഫർ ആയിട്ട് വന്നത്. എന്താ കാര്യം? 2 മാസത്തിന് മുമ്പേ എൻ്റെ മകൾക്ക് വരൻ ഇവിടെയാണ് ഏർപ്പാട് ചെയ്ത് കൊടുത്തതാണ്. ഓ, ഈ മാട്രിമോണി മൂലം നിങ്ങൾക്ക് വരണം കിട്ടി മകൾക്ക്? ആ ശരി. ഇവിടുന്നാ കണ്ടുപിടിച്ച് കൊടുത്തത്. ശരി ശരി. അപ്പോൾ വന്ന് കണ്ട് ജാതകം ചോദിച്ചു, ജാതകം കൊടുത്തു, ഒക്കെ ശരിയായെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ഒക്കെ കല്യാണം കഴിഞ്ഞു. എൻ്റെ മകൾക്കും ആ വരനും കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ 2 മാസമായി. പെട്ടെന്ന് ഒരു ദിവസം അവന് വേറെ ഒരു പെണ്ണോടെ, എൻ്റെ മരുമകനുണ്ടല്ലോ, അവന് വേറെ ഒരു പെണ്ണ് അത് ലവ് ചെയ്ത് കൊണ്ടിരുന്നു. ആ പെണ്ണോട് അവന് ഓടിപ്പോയി. ഓടിപ്പോയാ? കല്യാണം കഴിഞ്ഞ് ഈ പെണ്ണിനെ ഇവിടെ ഇട്ടിട്ടോ? അപ്പോൾ എൻ്റെ മകളുടെ ഭാവി പോയി. അപ്പോൾ അതാണ് അപ്പോൾ ഇവിടെ നിന്ന് ഏർപ്പാട് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ അതാണ് വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് ഒന്ന് ചോദിച്ചിട്ട് ഏർപ്പാട് ചെയ്ത് കൊടുത്തതാണ്. ഞങ്ങളുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ബയോഡാറ്റ കൊടുക്കും, ജാതകക്കുറിപ്പ് കൊടുക്കും 2 കൂട്ടിൽ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ മാറ്റിക്കൊടുക്കുക. പെണ്ണിൻ്റെയും ചെക്കൻ്റെയും ജാതി, മതം, പിന്നെ വയസ്സ്, വിദ്യാഭ്യാസം ഇതെല്ലാം നോക്കിയിട്ട് ഞങ്ങൾ ഒരു വരനെ കണ്ടുപിടിച്ച് കൊടുക്കും, ഇല്ലെങ്കിൽ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് കൊടുക്കും. അതാണ് ഞങ്ങളുടെ ജോലി. അത് വയസ്സിനനുസരിച്ചിട്ട് അവരുടെ ജാതി നോക്കിയിട്ട് ഞങ്ങൾ കണ്ടുപിടിച്ച് കൊടുക്കും. എന്നിട്ട് 2 വീട്ടുകാരെയും ഞങ്ങൾ അറിയിക്കും, പരിചയപ്പെടുത്തും. അതോടെ ഞങ്ങളുടെ ജോലി കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ പെണ്ണ് കാണാൻ പോവുക, ബാക്കിയുള്ള ചടങ്ങുകൾ, സ്ത്രീധനത്തിൻ്റെ പറ്റി സംസാരിക്കുക, എല്ലാ കാര്യങ്ങളും പെണ്ണിൻ്റെ വീട്ടുകാരും ചെക്കൻ്റെ വീട്ടുകാരും തമ്മിലാണ് സംസാരിക്കുക. ഞങ്ങളുടെ ജോലി പെണ്ണിനെ ചെക്കനെ കണ്ടുപിടിച്ച് കൊടുക്കുക, ചെക്കന് പെണ്ണിനെ കണ്ടുപിടിച്ച് കൊടുക്കുക, 2 വീട്ടുകാരെയും പരിചയപ്പെടുത്തുക. അത്രേ ഞങ്ങളുടെ ജോലിയുള്ളൂ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ കമ്മീഷൻ ബേസിസിലാണ് ഈ ജോലി, ഈ മാട്രിമോണി നടത്തുന്നത്. കമ്മീഷൻ വാങ്ങി ഞങ്ങൾ പോരും. അത്രേ ഉള്ളൂ. അതോടെ ഞങ്ങളുടെ ജോലി കഴിഞ്ഞു. വേണ്ട, അവന് ഓടിപ്പോയി. പിന്നെ എൻ്റെ മകളുടെ ഭാവി എങ്ങനെയാണ്? ശരിയാണ്. എനിക്കും സങ്കടം എന്താ കേട്ടിട്ട്. നിങ്ങൾ ഏർപ്പാട് ചെയ്ത് കൊടുത്തില്ല, അതുകൊണ്ടാണ് വന്നതാ. അതല്ല, ഏർപ്പാട് ചെയ്ത് ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൽ നിങ്ങളൊരു കാര്യം ചെയ്യും. അടുത്ത പോലീസ് സ്റ്റേഷനില്ലേ, അവരുടെ കല്യാണ ഫോട്ടോ ഉണ്ടല്ലോ കയ്യില്, അത് എടുത്തിട്ട് അതിൻ്റെ ഒരു കോപ്പി കൊടുത്ത് ഒരു ലെറ്റർ എഴുതി കൊടുക്കണം, ഒരു കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കും അടുത്ത പോലീസ് സ്റ്റേഷനിൽ. ശരിയാ? ഇങ്ങനെ 1 മാസമായിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്, എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ട് ഒരു കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കുക. കൊടുത്തിട്ട് പോവുക. അവർ കണ്ടുപിടിച്ച് കൊടുക്കും. അപ്പോൾ ഇവിടെ പിന്നെ നിങ്ങൾ പോലീസ് സ്റ്റേഷനായിട്ട് ഫോൺ ചെയ്യില്ല, അവർ വിളിക്കും നിങ്ങളെ. ഉള്ള സ്ഥലത്തെ വെച്ചിട്ടാണ് എൻ്റെ മകളെ കല്യാണം കഴിച്ച് കൊടുത്തതാ. ഇപ്പോൾ കേസിന് അത് ഇത് പോയാലപ്പോൾ ഞാൻ എന്താ ചെയ്യാനും അറിയില്ല. അതുകൊണ്ടാണ് ഇവിടെ വന്ന് ചോദിച്ചിട്ട് പോകും. ശരിയാണ്, പറയണത് ശരിയാണ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യാ, ഞങ്ങളിതിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. 2 വീട്ടുകാരും തമ്മിലല്ലേ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തീർച്ചയാക്കിയത്. അപ്പോൾ അവന് ആ സമയത്ത് ഒന്നും പറഞ്ഞില്ല അല്ലേ? അവനൊന്നും പറഞ്ഞില്ല. അതവൻ്റെ തെറ്റ്. അപ്പോൾ അവൻ്റെ പേരിൽ നിങ്ങളൊരു കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കും. ബൈക്ക് ചോദിച്ചപ്പോൾ അത് ബൈക്ക് മേടിച്ചു കൊടുത്തു. പിന്നെ കാറ് വേണമെന്ന് പറഞ്ഞു. ഞാൻ അടുത്ത മാസം മേടിച്ച് കൊടുക്കണം, അതും പറഞ്ഞിരിക്കുക. ഉള്ള ഒരു വീടുണ്ട്, അത് വിട്ടിട്ടാണ് അവനക്ക് കാറ് മേടിക്കാമെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുക. സമയമാണ് അവനിങ്ങനെ ചെയ്തത്. എന്താ ഇപ്പം ചെയ്യുക? ഞാനും ഒരു സ്ത്രീയാണ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ തലയിടാനേ പാടില്ല ഇതിൽ. ഞാൻ നിങ്ങൾക്കൊരു വഴി പറഞ്ഞു തരാം. കല്യാണ ഫോട്ടോ എടുത്തിട്ട് പിന്നെ ഒരു നല്ല കംപ്ലൈൻറ്റ്, എല്ലാ ഡീറ്റെയിൽസ് എഴുതിയിട്ട് ഒരു കംപ്ലൈൻറ്റ് എഴുതിയിട്ട് പോലീസ് സ്റ്റേഷനിൽ, നിങ്ങളുടെ ഏരിയയിലെ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കും. ദയവ് ചെയ്തിട്ട് കണ്ടുപിടിച്ച് തരാൻ പറഞ്ഞിട്ട്. പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് വഴി. അതേ ഉള്ളൂ വഴി. ശരി കേട്ടോ. ശരി, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.